ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെറിയ കഷ്ണം തുണി പീസുമായിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടൺ തുണിയാണ്, നൈറ്റിയുടെ ബിറ്റാണ്. അപ്പോൾ തയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ നൈറ്റി ബിറ്റും ചുരിദാർ ബിറ്റും എല്ലാം ബാലൻസ് വന്ന തുണി ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു പീസാണ്, ഒരു 1/2 മീറ്ററോളം ഉണ്ട്. നമ്മൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് അളന്ന് കാണിച്ചു തരാം, ഇതിൽ എത്ര വീതി നീളം ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് എത്രയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. തയ്ക്കുന്നവരും തയ്യൽ മെഷീൻ കയ്യിലുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മുഴുവനായിട്ടും കണ്ടു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഇറക്കം കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ച് ഉണ്ട്. രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. അകലം കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ വീതി നമുക്ക് 21 ഇഞ്ച് വേണം, ഇറക്കം അത്രയും വേണ്ട. ഇറക്കം വേണ്ടത് ഒരു 13 ഇഞ്ച് വരെ നമ്മൾക്ക് മതിയാവും. അതൊന്ന് ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു എൻഡിങ്ങിൽ നിന്നാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുക. ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക, അത്രയും വേണ്ട. അപ്പോൾ ഇത് മാത്രം തന്നെ ധാരാളമാണ്. 13 ഇഞ്ച് എടുത്ത് തന്നെ നമുക്ക് ധാരാളമായിട്ട് മതിയാവും ഉണ്ടാക്കാൻ പോണ സംഭവത്തിന്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാലൻസ് ക്ലോത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഇത് 2 പീസായിട്ട് കട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. ഇറക്കത്തിനനുസരിച്ച് 2 സൈഡും മടക്കിയിട്ടിട്ട് തന്നെ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ചീത്ത വശം ഇതുപോലെ എടുക്കുക. 2 സൈഡ് നിന്നിട്ട് 13 ഇഞ്ച് എടുത്തില്ലേ, ആ സൈഡ് 2 ഭാഗങ്ങളിലായിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വിട്ടിട്ട് നീളത്തിൽ തയ്ച്ചു കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്, 5 മിനിറ്റിൽ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും തയ്ക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളൊരു ഉപയോഗമുള്ളൊരു ഐറ്റമാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കുഞ്ഞു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്ത് ആരും കാണാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നീളത്തിൽ കൂട്ടിയെടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഒരു ലൈക്കും ഒരു ഷെയറും കൂടി തരണം കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും കൂട്ടി എടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗം നമ്മൾ കട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് അവിടെ എന്താ പറയുക ഫോൾഡിങ് വശമാണ്. ഇനി ഏറ്റവും താഴത്തെ ഭാഗം ആദ്യം 1/4 ഇഞ്ചൊന്ന് മടക്കി തയ്ക്കണം. അതിനുശേഷം 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് അളവിന് തയ്ക്കേണ്ടതാണ്. ആദ്യം ഇത് നമ്മൾക്ക് ചുറ്റിലും 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ചുറ്റിലും തയ്ച്ച് എടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണം 1/4 മീറ്റർ അല്ലെങ്കിൽ 1/2 മീറ്റർ ഇതുപോലെ എന്തായാലും തയ്ക്കുന്നവരുടെ കയ്യിൽ ബിറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഉപയോഗമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്ക് ക്യാഷൊന്നും മുടക്കേണ്ടതായിട്ട് വരില്ല. തുണിയും വേസ്റ്റ് ആവാതെ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു അടിപൊളി ട്രിക്കാണ്. എല്ലാവർക്കും 5 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിലിപ്പോൾ വേറെ കട്ടിങ് എക്സ്ട്രാ അളവ് കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. 1/4 ഇഞ്ച് മടക്കി തയ്ച്ചതിന് ശേഷം ചുറ്റും തയ്ച്ച് വരിക. അതിന് ശേഷം ഇതുപോലെ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വീണ്ടും മടക്കി ഒന്നും കൂടെ തയ്ക്കുക. ഇതും അതുപോലെ തന്നെ റൗണ്ടിൽ ചുറ്റിലും തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ കുഞ്ഞ് എലാസ്റ്റിക് മതിയാകും. മാസ്കിലിടുന്നതോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കോ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ധാരാളമായിട്ട് മതിയാവും. ഇതിനായിട്ട് പ്രത്യേകിച്ച് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ടതല്ല. എന്തായാലും തയ്ക്കുന്നവരുടെ കയ്യിൽ എലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും കയ്യിലുണ്ടാവും. അപ്പോൾ അത് കുറച്ച് പീസ് എലാസ്റ്റിക് എടുത്തിട്ട് ഇതിനകത്തിട്ട് നമുക്കൊരു അടിപൊളി ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 13 ഇഞ്ച് മടക്കിയിട്ടിരിക്കണം. 13 ഇഞ്ച് വീതി നീളത്തിൽ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഡബിളായിട്ട് നോക്കുമ്പോൾ 26 ഇഞ്ച് കേട്ടോ. അത്രയും നീളത്തിൽ എടുത്തിട്ടുണ്ട്. സേഫ്റ്റി പിന്നിൽ കുത്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ചെറുതാണെങ്കിലും മതിയാവും, അത്രയേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ചുറ്റും എന്താ പറയുക റൗണ്ടിൽ ഇട്ട് കൊടുത്ത് എടുക്കുക. ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ എടുത്തിട്ട് എലാസ്റ്റിക് എൻഡിങ് എത്തുമ്പോൾ തയ്ച്ച് കൊടുക്കേണ്ടതാണ്. ഇട്ടിട്ട് കാണിക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്, എലാസ്റ്റിക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി 2 എൻഡിങ് ഭാഗങ്ങളും തമ്മിൽ ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ജോയിൻ്റ് ആക്കി എടുക്കുക. നല്ലതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വൃത്തിയായിട്ട് നിവർത്തിയിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. മിഡിയിലാണെങ്കിലും ഏതിൽ തയ്ക്കുകയാണെങ്കിലും ഇതുപോലെ എലാസ്റ്റിക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിങ്ങനെ പൊങ്ങി വൃത്തികേടായിട്ട് നിൽക്കില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ആ എൻഡിങ് ഭാഗം അങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ വൃത്തിയായി കിട്ടും. ഇനി അത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ചെറിയൊരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ സിമ്പിൾ ട്രിക്കാണ്.
അപ്പോൾ ഇതെന്ത് ബാഗാണോ എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ബാഗല്ല, പക്ഷേ ഉപയോഗമുള്ളൊരു ഐറ്റമാണ്. 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ തയ്ക്കുന്നവർക്ക് എന്തായാലും അത്രയ്ക്കുള്ളൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ്. തയ്ക്കാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയ ഒരുപാട് ഉപയോഗങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് കാണിച്ച് തരാം. അപ്പോൾ നല്ലപോലെ ഭംഗിയായിട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റിൽ തന്നെ പണി കഴിഞ്ഞു. അപ്പോൾ അതാ ഇവന് വേണ്ടിയിട്ടാണ് ഞാനിന്നത് തയ്ച്ചത്. അപ്പോൾ എന്തായാലും തയ്ക്കുന്നവരുടെ ഞാൻ പറഞ്ഞല്ലോ, തയ്ക്കുന്നവർക്ക് മെഷീൻ ഇല്ലാതെ ഇരിക്കില്ല. അപ്പോൾ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കവറും കൂടി ഉണ്ടെങ്കിൽ പൊടി പിടിക്കാതെ വൃത്തിയായിട്ട് ഇരിക്കും. എന്തായാലും മെഷീനകത്ത് ഡസ്റ്റൊക്കെ കയറിയാലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാലോ. പൊടി കയറിയാൽ, ചെറിയൊരു പൊടി കയറിയാൽ പോലും മെഷീൻ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലൊരു കവറ് തുണി കൊണ്ട് തന്നെ തയ്ച്ചിടുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടിരിക്കും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എണ്ണയൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പൊടിയൊന്നും കയറില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. എങ്കിലേ മെഷീനകത്തേക്ക് ഇടുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ. താഴത്തെ എലാസ്റ്റിക് കൊടുത്തത് കൊണ്ട് ഫിറ്റായിട്ട് അങ്ങനെ സെറ്റായിട്ട് നിന്നോളും. അപ്പോൾ എല്ലാവരും തയ്ക്കുന്ന എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ച് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്